കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയും ഓർത്ത നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയം നേക്കമുള്ളെന്ന് പറയാൻ എന്നും നമുക്കിടയാവണം. എല്ലാ ദിവസവും കർത്താവ് നല്ലവനാണ്, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് മതിയായവനാണ്. വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനായ ദൈവം, വിശുദ്ധിയിൽ മഹിമയുള്ള ദൈവം, സ്തുതികളിൽ ഭയങ്കരം. ഇങ്ങനെയുള്ളൊരു ദൈവം നമ്മുടെ ദൈവമല്ലാതെ ആരുണ്ടോ? നിത്യനായ ദൈവം, അക്ഷയമില്ലാത്തത്, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അമർത്ത്, മരണമില്ലാത്ത, മരണത്തിനോ അല്ലെങ്കിൽ പാതാളത്തിനോ യേശുവിനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ലായിരുന്നു. മരണത്തിൻ്റെ ബാന്ധവങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യേശു സഹോദരങ്ങളെ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ചവൻ, കല്ലറകളെ ഭേദിച്ചവൻ, കല്ലുകളെ തകർത്തവൻ, മുദ്രകളെ പൊട്ടിച്ചെറിഞ്ഞവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാവണം. താൻ മാത്രം അമർത്തിലുള്ളവൻ, താൻ മാത്രം, ആ പദം മറന്നുപോകും. വേറെ ഒരു ദൈവവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ മാനുഷിക ദൈവങ്ങളും മരിച്ചില്ലേ, അടക്കപ്പെട്ടില്ലേ, അവരുടെ കല്ലറകൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നില്ലേ? നമ്മുടെ യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കും. അവനിവിടെയില്ല. ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. നീ തനിക്കായി കാത്തു നിൽക്കുന്നവർ പ്രത്യക്ഷതയ്ക്കായി എൻ്റെ യേശു വീണ്ടും വരും. ഒരുങ്ങണം. ആ വരുവാതിക്കലായിരിക്കുന്നുവെന്ന് സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നു, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പാൻ. വാഞ്ചിക്കാൻ ഈ ദിവസങ്ങൾ അവിടുത്തെ ആത്മാവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. നിവർന്ന തലകളെ പോക്കണം, ഉയരത്തിലേക്ക് നോക്കണം. നിത്യരാജ്യത്തിനു വേണ്ടി എല്ലാ ദിവസവും ഒരുങ്ങണം. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവരുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറയായും ഇരിക്കും. വീഴുന്നവരെയൊക്കെ താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട് സഹോദരങ്ങളെ. ശ്രേഷ്ഠമായൊരു ഭുജം നമുക്ക് കീഴേ ഉള്ളതിനാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ബലഹീനമായൊരു ഭുജമല്ല, ബലമുള്ള ഭുജം, തിരിച്ചു മടക്കാൻ പറ്റാത്ത ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന ഭുജം, നീട്ടുന്ന ഭുജം, ബലപ്പെടുത്തുന്ന ഭുജം. സങ്കീർത്തനം പറയുക, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. അപ്പോൾ ബലപ്പെടുത്തുന്ന ഭുജം. യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ ഭുജത്തിന്മേൽ വന്നപ്പോൾ ചെങ്കടൽ വിഭജിക്കുന്ന ഭുജം, വഴിമാറാത്തയിടത്ത്
വഴി തുറക്കുന്ന ആ ഭുജം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹോവയുടെ ഭുജം വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പകൽ സംഭവിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ഭുജം വെളിപ്പെടുക. അത് വെളിപ്പെട്ടാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ലപ്പോൾ അവിടുത്തെ മക്കൾ തിരിച്ചറിയട്ടെ. ഇരമ്യാ പ്രവചനം 50-ാം അധ്യായം 19-ാം വാക്യം. പിന്നെ ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കർമ്മേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. ഒന്ന്, മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവർ മേഞ്ഞുകൊണ്ടിരിക്കും. 2, 3, അവന് തൃപ്തി വരും. കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയതിന് കൊടുക്കപ്പെടുമെന്ന് മറ്റിടത്ത്. കൊഴിഞ്ഞുപോയ അവസരങ്ങൾ, വാടിപ്പോയ ഇടങ്ങൾ, അനുഭവിക്കാൻ കഴിയാതെ ചിതറപ്പെട്ട അനുഭവങ്ങൾ, തലകുനിക്കപ്പെട്ട സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്, അതിൻ്റെ 17-ാം വാക്യമൊക്കെ ചിന്തിക്കുമ്പോൾ ചിതറിപ്പോയ ആട്ടിൻകൂട്ടം, പ്രവാസം, സിംഹങ്ങൾ അതിനെ ഒടിച്ചു കളഞ്ഞു. ആദ്യം അശ്ശൂരും അതിനെ തിന്നു. പിന്നെ നമുക്കറിയാം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്, ഞാൻ അശ്ശൂർ രാജാവിനെ സന്ദർശിച്ചതുപോലെ ബാബേലിനെയും അവൻ്റെ ശക്തികളെയും സന്ദർശിക്കും. പ്രിയരെ, ഒടിച്ചു കളഞ്ഞത്, മുടിച്ചു കളഞ്ഞത്, ഇല്ലാതാക്കിയത്, നഷ്ടപ്പെടുത്തിയത്, ചുട്ടുകളഞ്ഞത്, വേദനിപ്പിച്ചത്, സങ്കടപ്പെട്ടത് ഒത്തിരി അനുഭവങ്ങൾ തൻ്റെ ജനത്തിനുണ്ടാകും. ചിതറിപ്പോയത്, ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാതെ പലയിടത്ത് ചിതറിപ്പോയി ഭയമകത്ത് വന്നത് ഒക്കെ ഇന്ന് പകൽ കണ്ടിട്ട് തമ്പുരാൻ പറയുക, ഞാൻ എൻ്റെ ജനത്തെ മടക്കി വരുത്തും. ഞാൻ അവർക്ക് മേച്ചിൽ കൊടുക്കും. അവർ തൃപ്തരാകും. ആർക്കും അവരെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവാത്മാവ് പറയുന്നു, തകർന്നു പോയ വിഷയം, ബാക്കി ഇനി ഒന്നുമില്ലെന്ന് പറയുന്ന വിഷയം, നിരാശയകത്ത് വന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില സബ്ജക്റ്റുകളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ മടക്കി വരുത്തും. എൻ്റെ ജനത്തെ മടക്കി വരുത്തും. മടങ്ങി വരത്തില്ലെന്നും പുറത്തു വരത്തില്ലെന്നും ഇതിൽ നിന്നൊരു വിടുതലില്ലെന്നും ഒതുക്കപ്പെട്ടു പോയ സമയങ്ങൾ, സംവത്സരങ്ങൾ മൂവ് ചെയ്യാൻ കഴിയാതെ തളയ്ക്കപ്പെട്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അധികാരം നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുക. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്കിൽ നൽകപ്പെട്ട അധികാരം, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. അധികാരം വന്നാൽ, അഭിഷേകം വന്നാൽ നമ്മൾ പുറപ്പെടും. ഒതുക്കിയ മണ്ഡലങ്ങൾക്ക് ഇനി അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മറ്റിടത്ത് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച്, നമുക്കറിയാവുന്ന വാക്യമാണ്, ആകയാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട, പരിശുദ്ധാത്മ ശക്തി ലഭിച്ചിട്ട എല്ലായിടത്തും സാക്ഷികളാകുന്ന, പുറപ്പെടുന്ന ഒരു കാലം. കഴിഞ്ഞ മിനിറ്റ് വരെ നിങ്ങളെ ചിതറിച്ചെങ്കിൽ ഇനിയും പുറപ്പാടാണ്, ഇനിയും വിടുതലാണ്, ഇനിയും സംതൃപ്തിയാണ്. സംതൃപ്തി നഷ്ടപ്പെട്ടടത്ത്, ചൈതന്യം നഷ്ടപ്പെട്ടടത്ത്, ഇവിടം കൊണ്ട് തീരുമോ എന്ന് ചിന്തിച്ചിടത്ത് ഇല്ല. ചൈതന്യം മടക്കി വരുത്തുന്ന, സംതൃപ്തിയിലേക്ക് കൊണ്ടുവരുന്ന, ആത്മസന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന, ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കാൻ, അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ, ആത്മാവിൽ ദൈവത്തിന് മഹത്വം കരയറ്റാൻ ഈ ദിവസങ്ങൾ ഒരു തിരിച്ചുവരവ്, പ്രാർത്ഥനയിൽ ഒരു തിരിച്ചുവരവ്, ആരാധനയിൽ ഒരു തിരിച്ചുവരവ്,
വചനധ്യാനത്തിനൊരു തിരിച്ചുവരവ്, ദൈവമായുള്ള ബന്ധത്തിനൊരു തിരിച്ചുവരവ്. നാളുകൾ നിങ്ങൾ ഒതുങ്ങിപ്പോയിടത്തു നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾ എഴുന്നേൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടമാക്കി ദൈവം നിർത്തും, ഒരു സൈന്യമാക്കി ദൈവം നിർത്തും. ഉണങ്ങിപ്പോയതിനെ ജീവിപ്പിച്ച് ചൈതന്യം വരുത്തി ശക്തിയോടെ നിന്നാത്മാവിൽ സ്തുതിക്കാൻ, ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ദൈവവിധ ഇടയാക്കാൻ പോയി. 1 മടക്കി വരുത്തുന്നു. 2 ചിതറിപ്പോയതിനെ സൈന്യമാക്കുന്നു. 3 സാധ്യതയില്ലാത്തയിടത്തും മേച്ചിലൊരുക്കുന്നു. ഇനിയും ഒരു മേച്ചിൽ കാണാൻ പറ്റത്തില്ല, ഇനി ഒരു അനുഭവം ഉണ്ടാകാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് പുതിയ മേച്ചിൽ ഇടയൻ നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നു. ഒരു ശക്തിക്ക് നിങ്ങളുടെ മേൽ ഇനിയും നിയന്ത്രണമില്ല. അശ്ശൂറിനില്ല, ഇസബലിനില്ല, സാമാന്യ ശക്തികൾക്കില്ല. അതൊന്നും നിങ്ങളെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ, ദൈവം ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ചിതറിപ്പോയ, ഒടിച്ചു കളഞ്ഞ, ഇനി എഴുന്നേൽക്കാതെ വണ്ണം തകർത്ത് കളഞ്ഞയിടത്ത് അവിടുന്ന് എഴുന്നേൽപ്പിച്ച് മൂവ് ചെയ്യിപ്പിക്കുന്ന ദൈവശക്തി, പുറപ്പെടുവിക്കുന്ന ദൈവ സാന്നിധ്യം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന നാളുകളായി ചങ്ങലക്കിട്ടതുപോലെ ചലിക്കാൻ കഴിയാത്ത അവസ്ഥകളെ പൊട്ടിച്ചുകൊണ്ട് ജനത്തെ പുറപ്പെടുവിച്ച് പരിശുദ്ധാത്മാവിന് അവർ ശക്തരാകുന്നതിന് സ്തോത്രം, അവർക്ക് സംതൃപ്തി ലഭിക്കുന്നതിന് സ്തോത്രം. എല്ലാവരും തിന്ന് തൃപ്തരായതുപോലെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സംതൃപ്തി, തലമുറകൾ സംതൃപ്തി, ആത്മീയ വിഷയത്തിൽ സംതൃപ്തരായ അഭിഷേകത്തോടെ നിൽക്കാൻ ദൈവരെ ഇടയാക്കുന്നതിന് സ്തോത്രം, ഞങ്ങളുടെ മഹത്വം ഇറങ്ങുന്നതിന് സ്തോത്രം, വിടുതലുകൾക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. ദൈവം ഒരു മടങ്ങി വരവ് ഈ ദിവസങ്ങൾ നമുക്ക് തരും, തിരിച്ചു വരുത്തും, പുതിയത് കർത്താവ് തുറക്കും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.